ഇവിടെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ നമ്മൾ 4 കേസസ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കാൻലിവർ വിത്ത് പോയിന്റ് ലോഡും, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കാൻലിവർ വിത്ത് UDL, തേർഡ് കേസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് മിഡ് സ്പാന്, അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എൻറ്റയർ സ്പാനിൽ UDL വരുന്ന കേസ്. ഇങ്ങനെ 4 കേസായിരുന്നു പറഞ്ഞിരുന്നത്. 4 കേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 2 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. 2 മെത്തേഡിൽ ഒരു മെത്തേഡാണ് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണത് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. അപ്പോൾ അതുപോലെ തന്നെ മൊമെൻറ്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മൊഡ്യൂളിൽ 2 മെത്തേഡ്സാണ് പഠിക്കുന്നത്. ഒന്ന് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ മൊമെൻറ്റ് ഏരിയ മെത്തേഡ്. 2 രീതിയിലും നമുക്ക് പ്രോബ്ലവും ചോദിക്കാം, 2 രീതിയിലും നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതും ചോദിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫസ്റ്റ് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് എന്താണ് ഡിഫ്ലക്ഷൻ, അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ്റെ ഫസ്റ്റത്തെ M = എന്ന് പറഞ്ഞൊരു EI × d²/dh² എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഡെറിവ് ചെയ്തിരുന്നു. അത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിലേക്ക് കടന്നു. അതിൽ നമ്മൾ 4 കേസുകൾ ചെയ്തു. 4 കേസുകൾക്കും നമുക്ക് ഇക്വേഷൻ, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ചെറിയ ചാർട്ട് പോലെ വരച്ചിട്ട് അത് കറക്റ്റായിട്ട് ഇക്വേഷൻസ് മാർക്ക് ചെയ്ത് എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് പഠിക്കേണ്ടതാണ്. കാരണം പ്രോബ്ലം ചോദിച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൊമെൻറ്റ് ഏരിയ മെത്തേഡ്. അപ്പോൾ മൊമെൻറ്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മളിപ്പോൾ ഈ ചെയ്തത് തന്നെ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ ചെയ്ത കാൻലിവറിൻ്റെ കേസ്, അതുപോലെ സിംപ്ലി സപ്പോർട്ടിൻ്റെ ഈ 2 സപ്പോർട്ട് കണ്ടീഷനിലുള്ള കേസുകൾ നമ്മൾ ലോഡിങ് വരുന്ന സമയത്ത് മൊമെൻറ്റ് ഏരിയ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെയിം ഇക്വേഷൻ തന്നെയാണ് ഫോം ആവുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എത്രയാണോ വാല്യൂ, അവിടുത്തെ റിഫ്ലക്ഷൻ എത്രയാണ്, അവിടുത്തെ സ്ലോപ്പ് എത്രയാണെന്ന് ആ ഇക്വേഷൻ ഫോം ആവുന്നത് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത്. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഡബിൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിനേക്കാൾ വളരെ സിമ്പിളാണ് മൊമെൻറ്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഴ്സ് തിയറം, അതായത് മൊമെൻറ്റ് ഏരിയ മെത്തേഡിൽ വരുന്നതാണ് മോഴ്സ് തിയറം 1 ഉം മോഴ്സ് തിയറം 2 ഉം. ഈ 2 കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ സ്ലോപ്പും അതുപോലെ തന്നെ ഡിഫ്ലക്ഷനും കാണുന്നത്. അപ്പോൾ എന്താണ് മോഴ്സ് തിയറം 1 നോക്കാം. ദ ആംഗിൾ ഇൻ റേഡിയസ് ബിറ്റ്വീൻ ദി ടാൻജൻസ് ടു ദി ഇലാസ്റ്റിക് കർവ് at 2 points on a straight member under bending is equal to the area of bending moment diagram between these points divided by the flexural rigidity. അതായത് അവിടെ നമ്മളൊരു ഇപ്പോൾ ഒരു കാൻലിവർ അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതിൻ്റെ ഇതിൽ ലോഡിങ് വരുന്ന കേസ്, ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു പോയിന്റ് ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ സാധാരണ നമ്മൾ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന പോലെ അതിൻ്റെ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. ആ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ, അതായത് ക്യാപിറ്റൽ A, ആ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സുകൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കുക. 2 പോയിൻറ്റുകൾക്ക് ഇടയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ 2 എൻഡ് ആണ് സിംപ്ലി സപ്പോർട്ടിന് ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് ഇതിൽ 2 പോർഷൻ എന്ന് പറയുന്നതും ഈക്വലാണ്. അതായത് തീറ്റ എയും തീറ്റ ബിയും ഒക്കെ 2 സൈഡിലും ഒരേപോലെ തന്നെയാണ് സിമ്മട്രിക്കലായി വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 2 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ പകുതി വരെ, സിംപ്ലി സപ്പോർട്ടാണെങ്കിൽ പകുതി വരെ നമ്മൾ എടുത്താൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് പറയാം. കാൻലിവർ ബീമിൽ നമ്മൾ ഫുൾ ലെങ്ത്താണ് നോക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യും. എന്താണോ ലോഡിങ് വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ക്യാപിറ്റൽ A അതിനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, EI എന്ന് പറഞ്ഞാൽ ഫ്ലെക്സുറൽ റിജിഡിറ്റിയാണ്. ആ ഫ്ലെക്സുറൽ റിജിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും. ഓക്കെ, മൊമെൻറ്റ് കാണാം, മൊമെൻറ്റിൻ്റെ ആ ഏരിയ, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടതിന് ശേഷം ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. അതിൻ്റെ ഏരിയ കാണുക. അതിൻ്റെ ഏരിയ ഇപ്പോൾ ട്രയാങ്കിളായി കിടക്കുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് വെച്ചാൽ ½ BH. ഇനി അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഇത് ചെയ്യും. അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ EI ചെയ്യുമ്പോൾ ഫ്ലെക്സുറൽ റിജിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മോഴ്സ് തിയറം 1 പ്രകാരം നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ സ്ലോപ്പാണ് കിട്ടുന്നത്. അടുത്തത് ഡിഫ്ലക്ഷൻ. ദ ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിൻറ്റ് റിലേറ്റീവ് ടു അനദർ പോയിൻറ്റ് ഓൺ എ ബീം
subject to bending is equal to the first moment of area of the bending moment diagram between these points divided by the flexural rigidity EI. അപ്പോൾ ഇതിൽ പറയുന്നത് സെയിം ഒരു മൊമെൻ്റ് അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടെത്തി ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഏരിയയും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു ഏരിയ ആക്ട് ചെയ്യുന്നൊരു സെൻട്രോയിഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മൊമെൻ്റ് എടുക്കും. ആ മൊമെൻറ്റ് അതായത് എക്സ് ബാർ എന്ന് പറയുന്നൊരു സി ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ എന്നാണെന്നുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു എക്സ് ബാർ എന്നുള്ള ടേം, ഓക്കെ, ഏരിയ ഇൻറ്റു എക്സ് ബാർ എന്നുള്ള ടേം ഹോൾ ഡിവൈഡഡ് ബൈ ഇ ഐ, അതായത് ഫ്ലെക്സുറൽ റിജിഡിറ്റി ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടും. ഇതാണ് രണ്ട് തിയറികൾ, അതായത് മോർസ് തിയറം 1ഉം മോർസ് തിയറം 2ഉം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാണ് നമ്മൾ അതിൽ എഴുതി വെക്കേണ്ടത്. അപ്പോൾ അതെന്താണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓരോന്നും എന്താണ്, അതായത് ഡിറൈവ് ചെയ്ത് വെക്കാം, അതേപോലെ തന്നെയാണ് പ്രോബ്ലം ചെയ്യുന്നതും. അപ്പോൾ നോക്കാം അത് എന്താണെന്ന് നമ്മൾ കേസിലേക്ക് വരുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഈ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മൊമെൻ്റ് ഏരിയ മെത്തേഡ് ഈസ് സ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് കേസസ്. എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൻലിവർ വേർ സ്ലോപ്പ് അറ്റ് ഫിക്സ്ഡ് എൻഡ് ഈസ് 0. അതായത് മൊമെൻ്റ് ഏരിയ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കാൻലിവറിലാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡിൽ 0 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഡബിൾ ഇൻഡേഷൻ മെത്തേഡിലും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് ഓവർ ഹാങ്ങിങ് ബീം വേർ സ്ലോപ്പ് അറ്റ് മിഡ് സ്പാൻ ഈസ് 0. മിഡ് സ്പാനിൽ ഇതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ രണ്ട് എൻഡിലായിരിക്കും നമുക്ക് വാല്യൂസ് ഉണ്ടായിരിക്കുക. സ്ലോപ്പിൻ്റെ വാല്യൂ ഡിഫ്ലക്ഷൻ സെൻറ്ററിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് എഴുതിയിട്ടുള്ളത്. മിഡ് പോയിൻറ്റിൽ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഫിക്സ്ഡ് ബീംസ് വേർ സ്ലോപ്പ് ഈസ് 0 അറ്റ് ബോത്ത് എൻഡ്സ്. ഫിക്സ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ രണ്ട് എൻഡിൽ നമ്മൾ ഫിക്സ്ഡ് പഠിക്കുന്നില്ല, നമുക്കുള്ളത് ബാക്കിയുള്ള കേസുകളേ ഉള്ളൂ. അപ്പോൾ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് എൻഡിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസാണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മോഴ്സ് തിയറം. എങ്ങനെയാണ് മോഴ്സ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റത്തെ കേസാണ് കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിലും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഇത് തന്നെയായിരുന്നു, കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഫസ്റ്റത്തെ കേസ് പോയിന്റ് ലോഡ് നമ്മൾ ഒരു കാൻലിവർ ബീമിൻ്റെ എൻഡിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ ആണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കേസ് 1 ആയിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണം, ഫിഗർ ഒന്ന് വരയ്ക്കുക. കണ്ടില്ലേ, എ ബി എന്ന് പറയുന്ന ഫിഗർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ എ എന്ന് പറയുന്നതാണ് ഫിക്സ്ഡ് എൻഡ്, ഫ്രീ ആയിട്ട് നിൽക്കുന്ന എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. അതിലൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്ത് സ്മോൾ ലെറ്റർ എൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് നമുക്ക് ഇവിടെ വേണ്ടത് നമുക്കിതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്, നമുക്കിതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്, ഓരോ പോയിന്റിലും മൊമെൻറ്റ് കാണാനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുക, വേറെ ലോഡുകളൊന്നുമില്ല. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പോയിന്റിലുള്ള ലോഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറെ ലോഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0. ഇനി ഇടയിലുള്ള ഇതൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾ എ എന്ന് പറയുന്ന എൻഡിലേക്ക് വരിക. എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് മൊമെൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്, എൽ ഡിസ്റ്റൻസിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പോൾ മൊമെൻ്റ് എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മൊമെൻ്റ് എടുക്കുമ്പോൾ ഡബ്ല്യു ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ, അപ്പോൾ ഡബ്ല്യു എൽ. ആ ഡബ്ല്യു എൽ ആണ് നമുക്ക് ബി എന്ന് പറയുന്ന ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡബ്ല്യു എൽ. അപ്പോൾ ആ പോയിൻ്റ് മാർക്ക് ചെയ്തു, അതും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള മൊമെൻറ്റ് 0 ആണ് പറഞ്ഞു. അപ്പോൾ ആ ഡയഗ്രം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ലീനിയർലി ആയിട്ടുള്ള ഒരു ലൈന് വരും. ഓക്കെ, ആ ലൈനാണ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ പോലെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ബെൻഡിങ് മൊമെൻറ്റം ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ
ഈ ലോഡിങ് അനുസരിച്ച് ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഇവിടെ വരച്ചു ബി എന്ന് പറയുന്ന ഫിഗറിൽ. ഇനി വേണ്ടത് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് മോഴ്സ് തിയറം 1 പറയുന്നതും മോഴ്സ് തിയറം 2 പറയുന്നതും കറക്റ്റ് മനസ്സിലാക്കുക. മോഴ്സ് തിയറം 1 എന്താണ് പറയുന്നത്? ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഡിവൈഡഡ് ബൈ EI, അതായത് ഫ്ലെക്സുറൽ റിജിഡിറ്റി. അപ്പോൾ ഇവിടുത്തെ ഏരിയ നോക്കുക. ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് പറയുന്നത് L ആണ്. അവിടുത്തെ ബേസായിട്ട് ട്രയാങ്കിളിൻ്റെ ബേസായിട്ട് WL എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏരിയ എ എന്താണ് എഴുതുന്നത് ഫസ്റ്റ് നോക്കുക. ഏരിയ എ ഈക്വൽ ടു എന്താണ്? ഏരിയ എ ഈസ് ഈക്വൽ ടു എന്നുണ്ട്, മാഞ്ഞതാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു W ഇൻറ്റു L ഇൻറ്റു L/2 ആണ്. അതായത് ഹാഫ് BH എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹാഫ് BH ഹാഫ് ഇൻറ്റു WL ഇൻറ്റു L ആ ടൈം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഹാഫ് എന്ന് എഴുതുന്നതിന് പകരം L/2 എന്നാക്കി എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഹാഫ് BH എന്ന് മാർക്ക് ചെയ്താൽ മതി സൈഡിൽ. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു WL²/2 എന്ന് വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ടെത്താൻ വേണ്ടത് ഏരിയ ആയിരുന്നു. അപ്പോൾ ഏരിയ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ക്യാപിറ്റൽ A ഇസ് ഈക്വൽ ടു WL²/2 എന്ന് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ. നമുക്ക് ഇനി അടുത്ത മോഴ്സ് തിയറം 2 പറയുന്നത് ആ AH ബാർ ഡിവൈഡഡ് ബൈ EI ആണ് ചെയ്യേണ്ടത്. അപ്പോൾ AH ബാർ കണ്ടെത്തണം. അപ്പോൾ ഏരിയ ഓൾറെഡി കണ്ടെത്തി. ഈ H ബാർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണ് നമുക്ക് സ്ലോപ്പ് വേണ്ടത്? നമുക്കിപ്പോൾ സ്ലോപ്പ് കാണേണ്ടത് ഫിക്സഡ് ആയിട്ടുള്ള എൻഡിൽ ഒരിക്കലും സ്ലോപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രീ എൻഡ് പറയുന്ന പോയിന്റ് ഇവിടെ B ആണ്. അപ്പോൾ B പോയിന്റിൽ നിന്നുള്ള സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ B എന്നുള്ള പോയിന്റിൽ നിന്നുള്ള സ്ലോപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിലും B എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിഫ്ലക്ഷനാണ് വേണ്ടത്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റ് പറഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റോട് മാർക്ക് ചെയ്തിരുന്നു. ആ പോയിന്റിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് H ബാർ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ CG എന്ന് പറയുന്നത് ബേസിൽ നിന്ന് H/3 ഹൈറ്റിലാണ്, അതായത് L/3 ഹൈറ്റ്. അങ്ങനെയാണെന്നെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് റൈറ്റ് സൈഡിലുള്ള B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2/3 L ആയിരിക്കും ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്ത്. H എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത്താണ്, ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് 2/3 ഈ സൈഡിൽ നിന്ന് പറയുമ്പോൾ, റൈറ്റ് സൈഡിൽ നിന്ന് പറയുമ്പോൾ 2/3 L ആയിരിക്കും. ഓക്കെ, 2/3 L. അപ്പോൾ 2/3 L ആണ് അവിടുത്തെ H ബാർ. അപ്പോൾ നമുക്ക് സാധാരണ H ബാർ ചെയ്യാൻ ഏരിയ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് WL²/2. H ബാർ എന്ന് പറയുന്നത് നമുക്ക് 2/3 ഇൻറ്റു L. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് WL³/2 2 ക്യാൻസൽ ആയാൽ ബാക്കി ഉണ്ടാവുക WL³ ഡിവൈഡഡ് ബൈ 3 എന്നുള്ള ഒരു ടേമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് AH ബാർ കിട്ടി, ഏരിയ കിട്ടി, AH ബാറും കിട്ടി. ഇനി നമുക്ക് മോഴ്സ് തിയറം 1 അപ്ലൈ ചെയ്യാം. മോഴ്സ് തിയറം 1 പറയുന്നത് θB. ഓക്കെ, θB അല്ലെങ്കിൽ സ്ലോപ്പ് അറ്റ് B എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ θB ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ EI. EI എന്ന് പറയുന്നത് ഫ്ലെക്സുറൽ റിജിഡിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? θB ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് മുകളിലുണ്ട്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WL²/2 ആണ്. അത് ഡിവൈഡഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ EI എന്നുള്ള ടൈം എന്തിൻ്റെ കൂടെ എഴുതണം? 2 എന്ന് പറയുന്നതിൻ്റെ കൂടെ എഴുതുക. അതായത് WL²/2 EI എന്ന് പറയുന്ന ടൈം കിട്ടി. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയായിരിക്കും അവിടെയും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ നെഗറ്റീവോ അങ്ങനെ നെഗറ്റീവ് സൈന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നെഗറ്റീവ് സൈൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. നമുക്ക് എന്താണ് അതിൻ്റെ നെഗറ്റീവ് സൈൻ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ മാർക്ക് ചെയ്യുന്നത്. നമുക്കിതിൽ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കിവിടെ അറിയാം റൊട്ടേഷൻ എങ്ങോട്ടാണ് വരുന്നത്. ആ രീതിയിലാണ് നമ്മൾ കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്താ പോസിറ്റീവാണ് ഇവിടുത്തെ വാല്യൂ എന്നുണ്ടെങ്കിൽ തന്നെ അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് അതിന് ബെൻഡിങ് വരുന്നതെന്നാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് മോഴ്സ് തിയറം പ്രകാരം. അപ്പോൾ ബൈ മോഴ്സ് തിയറം 2 പ്രകാരം ഡിഫ്ലക്ഷൻ അറ്റ് B എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? AH ബാർ ഡിവൈഡ് ബൈ EI ആണ് ചെയ്യേണ്ടത്. അതായത് YB ഈസ് ഈക്വൽ ടു AH ബാർ ഡിവൈഡഡ് ബൈ EI. AH ബാർ ഡിവൈഡഡ് ബൈ EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WL² ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ WL³/3 WL³/3 എന്ന് പറയുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ EI.
അപ്പോൾ ആ വാല്യൂ ഇ ഐ ചെയ്യുമ്പോൾ WL3 എന്ന് പറയുന്ന ടേം വരും. അപ്പോൾ ഡിഫ്ലക്ഷൻ ആ പോയിന്റിലെ ഡിഫ്ലക്ഷനായി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് പ്രകാരമാണ് ഇപ്പോൾ YB = WL3 എന്നുള്ള കിട്ടി. ഇനി അടുത്ത കേസ് നോക്കാം. കേസ് 2. ഈ കേസ് 2 നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല, ഡബിൾ ഇൻഡക്ഷൻ മെത്തേഡിൽ പറഞ്ഞില്ല. ഇത് ഞാൻ ഇതിൽ പറയാൻ വേണ്ടി, അതായത് മോഴ്സ് തിയറത്തിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഇങ്ങനത്തെ പോയിന്റ് ലോഡുകൾ മിഡ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻഡിലായിരുന്നു ക്യാൻലിവർ ഉണ്ടായിരുന്നത്, അത് ഒരു മിഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് മോഴ്സ് തിയറി പ്രകാരം എങ്ങനെയാണ് ചെയ്തു നോക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഫിഗർ നോക്കാം ആദ്യം. ഇതാണ് ഫിഗറിൽ ലോഡ് കാണിച്ചിട്ടുള്ളത് സി എന്ന് പറയുന്ന പോയിന്റിലാണ് W എന്ന് പറയുന്ന ലോഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ AB എന്ന് പറയുന്നതാണ് ക്യാൻലിവർ. അപ്പോൾ ക്യാൻലിവർ ബീമിൻ്റെ ലെങ്ത്ത് പറയുന്നത് L ആണ്. ആ പോയിന്റ് ലോഡ് W എന്ന് പറയുന്ന പോയിന്റ് ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് L1. അത് കഴിഞ്ഞ് B എന്ന് പറയുന്ന എൻഡ് വരെ L-L1. ഇങ്ങനെ രണ്ട് ടേമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ ലെങ്ത്ത് L ആയിരിക്കുമ്പോൾ എല്ലിൽ നിന്ന് L-L1 മൈനസ് ചെയ്യുന്നതാണ് എന്ത്, ബാക്കിയുള്ള ഡിസ്റ്റൻസ് C മുതൽ B വരെ, A മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് L1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ബെൻഡ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മൊമെൻറ്റ്സ് നോക്കുക ആദ്യം. B എന്ന് പറയുന്നുള്ള മൊമെൻ്റ് പറയുന്നത് 0 ആണ്. കാരണം നമ്മൾ അവിടെ പ്രത്യേകിച്ച് ലോഡോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ റൈറ്റ് സൈഡിലും ലോഡില്ല. ഇനി അതുപോലെ തന്നെയാണ് C എന്ന് പറയുന്ന പോയിൻറ്റിൽ നമ്മൾ മൊമെൻ്റ് എടുക്കുക. അവിടെ മൊമെൻ്റ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വേറെ ലോഡുകളൊന്നുമില്ല, അതുകൊണ്ട് ആ പോയിന്റിലും എന്താണ്, മൊമെൻറ്റ് 0 ആണ്. A എന്ന് പറയുന്ന പോയിന്റിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ W എന്ന് പറയുന്നതിലേക്ക് ഡിസ്റ്റൻസ് L1 ആണ്. അപ്പോൾ WL1 ആയിരിക്കും A എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ്. ആ ബെൻഡിങ് മൊമെൻ്റ് അവിടെ മാർക്ക് ചെയ്തു. നമ്മൾ C എന്ന് പറയുന്ന പോയിന്റ് 0 ആണ്, അവിടേക്ക് ക്ലോസ് ചെയ്തു. ബാക്കി ഒരു ലൈന് മാത്രമായിട്ടാണ് B വരെ ഉണ്ടാവുക, അതായത് 0ൻ്റെ ഒരു ലൈന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് B എന്ന് പറയുന്ന പോയിന്റ്, അതേപോലെ തന്നെ നമുക്ക് അവിടെയുള്ള C എന്ന് പറയുന്ന പോയിന്റ്, അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇതിൽ നമ്മൾ സ്ലോപ്പ് കാണുമ്പോൾ എപ്പോഴും B എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 L1 ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അത് മാർക്ക് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, C എന്ന് പറയുന്ന പോയിന്റ് എന്ന് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് A എന്ന് പറയുന്ന വാല്യൂ, ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH എന്ന് പറയുന്ന വാല്യൂ ചെയ്യുന്നതാണ്. ഹാഫ് BH എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു WL1 ഇൻറ്റു L1 എന്നുള്ള ടൈമാണ് വരിക. അപ്പോൾ WL1 സ്ക്വയർ എന്ന് വരും. ഫിഗർ നോക്കുക, WL1 ഇൻറ്റു L1 ഡിസ്റ്റൻസിലാണ് ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ L1 ഇൻറ്റു L1 ഇൻറ്റു ഹാഫ്, അങ്ങനെയാണ് WL1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് CGയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C മുതൽ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് 2/3 L1 ആണ്. അത് Bയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ എൻഡിൽ നിന്ന് പറയണം എപ്പോഴും. നമുക്ക് Bയിൽ θB ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള മൊമെൻ്റ് ആണ്, ആ പോയിന്റിൽ നിന്നുള്ളതാണ് നമുക്ക് വേണ്ടത് X ആയിട്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L-L1 പറയുന്ന ടേമാണ് C മുതൽ B വരെ. അപ്പോൾ L-L1 പ്ലസ് 2/3 L1 അതാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് CG ഫ്രം B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള CG ആണ് കാണിച്ചിട്ടുള്ളത് ലെങ്ത്ത്. അപ്പോൾ X ബാർ ഇസ് ഇക്വൽ ടു WL1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അത് നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് A ഇൻറ്റു X ബാർ ആണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് 2/3 L1 പ്ലസ് L-L1 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലൈ, അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ WL³ L1 ഓൾറെഡി ഉള്ളിലുണ്ട്, അങ്ങനെ WL³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് നമുക്ക് 2 2 ക്യാൻസലായി, ബാക്കി 3 മാത്രമേ താഴത്തുണ്ടാവുള്ളൂ, ഫസ്റ്റ് ടേമായി, പ്ലസ് WL1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു L-L1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, X ബാർ എന്നുള്ള ടേം കറക്റ്റായിട്ട് A എന്നുള്ള ടേമിനെ X ബാറിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ടേമായിട്ട് കിട്ടി. ഇനി മോഴ്സ് തിയറി പ്രകാരം ഫസ്റ്റത്തെ മോഴ്സ് തിയറം 1 പറയുന്നത് സ്ലോപ്പ് അറ്റ് B എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് θB is equal to ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. അപ്പോൾ θB is equal to
L1² ഡിവൈഡഡ് ബൈ 2EI. EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏരിയ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എ എന്ന് പറയുന്നത്, അതിനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് മാത്രമേ കേസ് വരുന്നുള്ളൂ. അപ്പോൾ തീറ്റ ബി കിട്ടി, സ്ലോപ്പ് അറ്റ് ബി എന്ന് പറയുന്ന വാല്യൂ. ഇനി അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ AX ബാർ ഡിവൈഡഡ് ബൈ EI, AX ബാർ ഡിവൈഡ് ബൈ EI. AX ബാർ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ മൊത്തത്തിൽ എല്ലാ ടേമിനെയും എന്ത് ചെയ്യുക, ഒന്നിച്ച് EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിൽ 2 ടേം ആയിട്ടാണ് കിടത്തുന്നത്, പ്ലസ് എന്ന് പറയുന്ന 2 ടേം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ WL1³ ഡിവൈഡഡ് ബൈ 3EI, 2 ടേമിൻ്റെ കൂടി EI എഴുതി വെച്ചാൽ മതി. പ്ലസ് WL1² ഡിവൈഡഡ് ബൈ 2EI ഇൻറ്റു L മൈനസ് L1. അപ്പോൾ ഈ ടേമായിട്ട് നമുക്ക് എന്ത് ചെയ്തു, സ്പ്ലിറ്റായിട്ട് എഴുതി വെച്ചു. അങ്ങനെ YB ഡിഫ്ലക്ഷൻ, ബി എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ കിട്ടി. അപ്പോൾ ആകെ 2 സ്റ്റെപ്പ് നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. ഒന്ന് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ മൊമെൻറ്റ് കാണാം, X ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഈ 2-3 സ്റ്റെപ്പിൽ മാത്രം എന്ത് ചെയ്താൽ മതി ചെയ്യേണ്ട. ഡെപ്ലിൻറ്റേഷൻ മെത്തേഡ് പറഞ്ഞാൽ ലെങ്തി സ്റ്റെപ്പായിരുന്നു. എല്ലാ മെത്തേഡിലും ഏത് മെത്തേഡ് ചെയ്യുകയാണെന്ന് വെച്ചാലും ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ C1 കാണണം, അങ്ങനെയുള്ള ഓരോ ടേമും ഉണ്ടായിരുന്നു. ഇതിലങ്ങനെയൊന്നുമില്ല, നമുക്ക് ആകെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ മെത്തേഡ് പറയുന്ന മൊമെൻറ്റ് ഏരിയ മെത്തേഡ് എന്നുള്ള, അല്ലെങ്കിൽ മോർസ് തിയറി പ്രകാരം ഡെറിവേഷൻ ചെയ്യാൻ ചോദിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു മെത്തേഡും എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. കാൻലിവർ ഓഫ് സ്പാൻ L ക്യാരിയിങ് UDL യൂണിറ്റ് ലെങ്ത്ത് W പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ട്, അതായത് AB എന്ന് പറയുന്ന ഒരു കാൻലിവർ ബീമാണ്. ഓക്കെ, AB എന്ന് പറയുന്ന ഒരു കാൻലിവർ ബീം. ഈ കാൻലിവർ ബീമിൻ്റെ ലെങ്ത്ത് പറയുന്നത് L ആണ്. AB എന്ന് പറയുന്നതാണ് അതിൻ്റെ 2 എൻഡ്സ് സപ്പോർട്ട്. അപ്പോൾ അതിൽ ഫിക്സഡായിട്ട് നിൽക്കുന്നത് A എന്ന് പറയുന്ന പോയിൻ്റാണ്. W എന്ന് പറയുന്നത് ത്രൂ ഔട്ടുള്ള എൻറ്റയർ UDL ആണ്. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക ആദ്യം. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിൽ 0 ആയിരിക്കും. നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ എന്ന് പറഞ്ഞാൽ W ഇൻറ്റു L ലെങ്ത്തിലാണ് W ഉള്ളത്. അപ്പോൾ W ഇൻറ്റു L ഇൻറ്റു L/2, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, WL²/2 എന്നുള്ള ടേം കിട്ടും. അപ്പോൾ WL²/2 ആണ് നമ്മുടെ എന്ത് സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അത് തമ്മിൽ ഇത് UDL ആകുമ്പോൾ, യൂണിഫോമിലി വേരിയിങ് ലോഡ് ആകുമ്പോൾ, ഇത് നമുക്ക് ഈ എൻഡിൽ നിന്ന് A എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ അത് വേരി ചെയ്തിട്ടാണ് 0യിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കർവായിട്ട് ഒരു പാരബോളിക് ഷേപ്പായിട്ട് യോജിപ്പിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, അതേപോലെ തന്നെ പാരബോളിക് ഷേപ്പായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു, ഡയഗ്രാം കിട്ടി. ഫസ്റ്റ് മെത്തേഡ് നേരത്തൊക്കെ ഉപയോഗിച്ച് അതേപോലെ തന്നെ ഫസ്റ്റ് മെത്തേഡ് ഏരിയ കാണും. ഏരിയ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു മെത്തേഡ് വന്നാൽ ഹാഫ് BH ആണ് നമ്മുടെ ഇക്വേഷൻ. ഹാഫ് BH അല്ല, 1/3 × BH. ഹാഫ് BH എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിരുന്നു. നമ്മൾ ഇവിടെയുള്ള ഷേപ്പ് പാരബോളിക് ഷേപ്പ് ആയതുകൊണ്ട് 1/3 BH ആണ്. 1/3 BH എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു ഇവിടെ ലെങ്ത്ത് പറയുന്നത് L ആണ്, അവിടുത്തെ B ആയിട്ട് ബേസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ WL²/2. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 1/3 ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഏരിയ ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു L ഇൻറ്റു WL²/2. ഓക്കെ, WL²/2 ഈക്വൽ ടു WL³/6 എന്ന് വരും. അപ്പോൾ ആ ടൈം ഏരിയ എന്ന് പറയുന്നത് WL³ ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. ഇനി ഇറ്റ്സ് CG ഫ്രം B, ഇറ്റ്സ് CG ഫ്രം B 3/4 L. ഇവിടെ നോക്കുക, നമ്മൾ പാരബോളിക് ഷേപ്പിൻ്റെ നമ്മൾ പഠിച്ചതാണ്. പാരബോളിക് ഷേപ്പിൻ്റെ X ബാർ എന്ന് പറയുന്നത് ഈ എൻഡിൽ നിന്ന്, B എന്ന് പറയുന്ന എൻഡിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3/4 L ആണ്. ലെങ്ത്തിൻ്റെ 3/4 ആയിട്ടാണ് വരിക. ഈ സൈഡിൽ നിന്നാണ് വെച്ചാൽ 1/4 ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ CG ഫ്രം B ഈസ് ഈക്വൽ ടു 3/4 L. ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്താ, AX ബാർ ആണ് എഴുതാൻ പോകുന്നത്. ഏരിയ മുകളിൽ എഴുതിയിട്ടുണ്ട്, അതിനെ X ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ WL³/6 ഇൻറ്റു 3/4 L. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3ഉം 6ഉം കട്ട് ചെയ്ത് എന്ത് ചെയ്തു, ബാക്കി 2 എന്ന് വരും താഴത്ത്. 2 × 4 8 ആയി. അപ്പോൾ ബേസിൽ 8 കിട്ടി.
ഡിനോമിനേറ്റർ 8, മുകളിൽ എന്താ WL³ WL4 എന്ന് വന്നു. ഇനി നമ്മുടെ മെത്തേഡ് എന്താണ്? ഏരിയ ക്യാപിറ്റൽ A എന്നുള്ള മോഴ്സ് തിയറം 1 പ്രകാരം എനെ കിട്ടിയ ഏരിയ ഡിവൈഡഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രാക്ഷണൽ റിജിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും. ഡിഫ്ലക്ഷൻ കാണാൻ AX ബാർ ഡിവൈഡഡ് ബൈ EI ചെയ്യാം. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം. മോഴ്സ് തിയറം പ്രകാരം എന്ത് ചെയ്യുക? ഏരിയ ഡിവൈഡഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് θB = WL³ ഡിവൈഡഡ് ബൈ 6EI. നമുക്ക് എന്ത് കിട്ടി? അവിടുത്തെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടി, WL³/6EI. ആൾസോ ഡിഫ്ലക്ഷൻ അറ്റ് B വിത്ത് റെസ്പെക്ട് ടു A. അപ്പോൾ AX ബാർ ഡിവൈഡ് ബൈ EI. അപ്പോൾ AX ബാർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മുകളിൽ WL4 ഡിവൈഡഡ് ബൈ 8 കിട്ടിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? ഹോൾ ഡിവൈഡഡ് ബൈ EI ചെയ്യുക. അതിന് മൊത്തത്തിൽ EI കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് YB = WL4 ഡിവൈഡഡ് ബൈ 8EI. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയായിരിക്കും നിങ്ങൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ മൈനസ് സൈൻ ഉണ്ടായിരിക്കും. മൈനസ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൗൺവാർഡ് ഡയറക്ഷനിലാണ് അതിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കാണെന്ന് മാർക്ക് ചെയ്യാനായിരുന്നു അത്. മോഴ്സ് തിയറം പ്രകാരം നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് ഓൾറെഡി ഡിഫ്ലക്ഷൻ താഴേക്കാണെന്നുള്ള കണ്ടീഷൻ എടുത്തിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് പർട്ടിക്കുലറായിട്ട് അത് നെഗറ്റീവോ അങ്ങനെ സൈൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാ മെത്തേഡിലും ആകെ ചെയ്യേണ്ടത് നമ്മൾ മോഴ്സ് തിയറം 1, മോഴ്സ് തിയറം 2 ഇത് രണ്ടും മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മൊമെൻറ്റ് വരയ്ക്കാൻ നമുക്ക് അറിയണം, മൊമെൻറ്റ് എടുക്കാൻ അറിയണം. മൊമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ഡയഗ്രത്തിൻ്റെ മൊമെൻറ്റ് പ്രകാരം എത്രയാണ് വാല്യൂ, ആ വാല്യൂ പ്രകാരം ഡയഗ്രാം ഇപ്പോൾ WL²/2 മാർക്ക് ചെയ്ത പോലെ അതിൻ്റെ ബേസ് മാർക്ക് ചെയ്യുക, രണ്ട് പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്യുക. UDL ആവുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോളിക് ഷേപ്പാണ് വരുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് നമുക്ക് പോയിൻ്റ് ലോഡ് ആവുന്ന സമയത്താണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ബെൻഡ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് കോമൺ കേസ്, ഇപ്പോൾ 3 കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ 3 കേസ് ഉണ്ടാവും. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കേസുകൾ നമ്മൾ ഇതേപോലെ തന്നെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഏത് കേസ് വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ ഏരിയ ബെൻഡ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക, ഏരിയ കാണാം. ആ ഏരിയനെ ഫസ്റ്റ് മോഴ്സ് തിയറം 1 പ്രകാരം പറയുന്നത് ആ ഏരിയനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ സ്ലോപ്പ് കിട്ടും. അതുപോലെ തന്നെ ഏരിയ ഇൻറ്റു H ബാർ ഡിവൈഡഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്താണോ ഡിഫ്ലക്ഷൻ, ആ ഡിഫ്ലക്ഷനും കിട്ടും. ഇതാണ് നമ്മൾ മോഴ്സ് തിയറം പ്രകാരം പറയുന്നത്.